നമ്മുടെ പഴയ ഞാൻ പറഞ്ഞല്ലോ ഒരനുഭവ കഥയുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ അനുഭവത്തിൻ്റെ കഥയുടെ ബാലൻസ് അന്ന് അവിടെ വെച്ച് ഞങ്ങൾ പിള്ളേർ സാറ്റ് കളിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും വിളിക്കാൻ വേണ്ടി അവനാണ്. പേര് എനിക്കത്ര ഓർമ്മയില്ല, ആരുടെയും പേര് എനിക്ക് വലുതായിട്ട് ഓർമ്മയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായി, എനിക്ക് ഇത്രയും വയസ്സൊക്കെ ആയില്ലേ. അപ്പോൾ എനിക്കത് അത്രയും ഓർമ്മ എനിക്കതിൽ 5 വയസ്സിൽ നടന്ന സംഭവമല്ലേ. അപ്പോൾ എനിക്ക് ഓർമ്മയെന്ന് പറയുന്നത് അന്ന് ആ പയ്യൻ ഞങ്ങൾ സാറ്റ് കളിച്ച് ഞാൻ റൂമിൽ കയറി ആണ് ഞങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്ന സമയത്ത് മോള് ഞാനും അവളും ഒരു പ്രായക്കാരിയാണ്. അപ്പോൾ അവൻ്റെ സഹോദരിയായിട്ടാണ് വരുന്നത്. അവൾ ആൻറ്റിയുടെ ആങ്ങളയുടെ മോനാണെന്ന് തോന്നുന്നത്. എനിക്ക് അത്ര അങ്ങോട്ട് അറിയത്തില്ല. അവിടെ അവരുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര കോഴിയൊക്കെ ഇല്ലേ, വലിയ തൂവലൊക്കെ ഉള്ള വലിയ കോഴികളും അതും ഇതും. പിന്നെ അവിടുത്തെ അച്ചായനാണെന്ന് പറയുന്നത് അവിടുത്തെ, അതായത് അപ്പച്ചനൊക്കെ ആണെങ്കിൽ വേട്ടയ്ക്കൊക്കെ പോകും. വലിയ അറിയാമല്ലോ, മാന്നാറൊക്കെ എന്ന് പറയുന്നത് വലിയ മാനവും ഒക്കെ ഉണ്ട്. റാണി മാന്നാറി പോകുന്നതെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് മലയൊക്കെ ഉണ്ട്. അവരിങ്ങനെ മുയിലിനെയൊക്കെ ഈ കാട്ടിൽ വെടിവെക്കാനും വെടിയർച്ചയൊക്കെ കൊണ്ടുവരും. അപ്പം അതുപോലെ തന്നെ ഈ മുണ്ടി എന്ന് പറയുന്ന അവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ട് പഠിച്ചതാണ് മുണ്ടി. അതായത് കൊക്കിനെയൊക്കെ ഇത് വെച്ചിട്ട് വലിച്ചുകൊണ്ടൊക്കെ വരുന്നത് കൊണ്ടുവന്നിട്ട് ഇവിടെ കറിയൊക്കെ വെക്കാറുണ്ട്. ഇതൊന്നും ഞാൻ കഴിക്കില്ല. പണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ മാംസങ്ങളൊന്നും കഴിക്കില്ലായിരുന്നു. അതായത് കോഴിയിറച്ചിയോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ മുയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന കാരണം ഒന്നും ഞാൻ കഴിക്കത്തില്ലായിരുന്നു. ഞാനതെൻ്റെ കഴിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് പോലും, അന്ന് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം നടക്കുന്ന പ്രായം എനിക്ക് ഏതാണ്ട് 8-9 വയസ്സ്, 10 വയസ്സില്ല. എൻ്റെ ബ്രദറിന് കല്യാണം കഴിക്കുന്ന സമയത്ത് 10 വയസ്സിലായിരുന്നു ഞാൻ ബോംബെക്ക് പോകണേ. കറക്റ്റ് അന്ന് 8 വയസ്സുണ്ട് എനിക്ക്. 9 വയസ്സ്, 8 വയസ്സല്ല 9 വയസ്സെങ്ങാണ്ട ഉള്ള എൻ്റെ ആങ്ങളെ കല്യാണം കഴിക്കും. കാരണം എൻ്റെ ആങ്ങളെക്കാട്ടി ഒത്തിരി വയസ്സിന് ഇളയതാണ് ഞാൻ. അപ്പം കുറേ പ്രായത്തിന് ഇളയതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അന്ന് പറയുവാണെങ്കിൽ ഞങ്ങളുടെ എൻ്റെ ബ്രദർ അതൊന്നും പറയുന്നില്ല. അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ ആ സമയത്ത് പോലും ഞാൻ കഴിക്കില്ല. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ബ്രദറിൻ്റെ പെണ്ണ് കാണലോ അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിശ്ചയം ഉറപ്പിന്നൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ കോഴിയിറച്ചിയും പൊറോട്ടയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ കോഴിയിറച്ചി കഴിച്ചില്ല. ഞാൻ പഞ്ചസാര കൂട്ടിയാണ് പൊറോട്ട കഴിച്ചത്. അങ്ങനെയുള്ള ആളാണ്. അതൊക്കെ എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഈ മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. എന്നെ കെട്ടിച്ച വീട്ടിലും അവരൊക്കെ ഇപ്പോഴും മാംസം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കഴിച്ചത്. അത് എൻ്റെ വീട്ടിലെല്ലാവരും കഴിക്കും, പക്ഷെ ഞാൻ കഴിക്കില്ലായിരുന്നു. ഇപ്പം അതുപോലെ തന്നെ എൻ്റെ മക്കളെ രണ്ടും, എൻ്റെ മോൻ എൻ്റെ സ്വഭാവമായിരുന്നു. അവനും കഴിക്കില്ല, മീനോ ഇറച്ചിയൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം അവനും കഴിക്കാൻ തുടങ്ങി. ഞാനൊക്കെ മീനൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി പല രീതിയിൽ നോക്കി. എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒരു മീൻ ഫ്രൈ മാത്രമേ എൻ്റെ മോൻ കഴിക്കത്തുള്ളായിരുന്നു അന്ന്. ആ സമയത്ത് ചെറിയ പ്രായത്തിൽ തന്നെ അവന് മുട്ട ഇതൊക്കെ കൊടുത്താൽ തന്നെ മുട്ട കഴിക്കും. മീൻ കഴിക്കാനും പിന്നെ മീൻ വറുക്കുന്ന മീൻ, പൊരിച്ച മീനാണെങ്കിൽ കഴിക്കും, അല്ലാതെ മീനവൻ കഴിക്കില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പം അത് പറഞ്ഞു വന്നത് എൻ്റെ ഈ ചെറുക്കൻ, അതായത് അവിടുത്തെ അവർ ക്രിസ്ത്യൻസാണേ. അപ്പം ജോസ് എന്തോ ഒരു പേരെനിക്ക് എത്ര അങ്ങോട്ട് ഓർമ്മയില്ല. പക്ഷെ അവരിപ്പോൾ വലിയ മുട്ട ചെറുക്കനൊക്കെ വലിയ ആളൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ കണ്ടു ഇത് എത്രയോ വയസ്സിന് മൂത്ത പയ്യന. അപ്പം അവന് അങ്ങനെ ഞങ്ങൾ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കട്ടിനടിയിൽ ഒളിച്ച് ഇരിക്കുമ്പം അവൻ ആ റൂമിൽ വന്നിട്ട് കഥവടച്ചു. എന്നെ കണ്ടെന്നു ഞാൻ വിളിക്കുന്ന കണ്ടിട്ട് കഥവടച്ചിട്ട് എന്നെ അവൻ കയറി പിടിച്ചിട്ട് കട്ടിലേ തള്ളിയിട്ടു. അങ്ങനെ ഞാൻ കരഞ്ഞു. അവനെ തള്ളി മാറ്റി കരഞ്ഞിട്ട് ഞാൻ കൂടി കഥ തുറക്കടാന്ന് പറഞ്ഞു. കഥ തുറന്ന് അങ്ങനെ ഇറങ്ങി നോക്കി. ഇപ്പം അവിടുത്തെ അമ്മാമ്മ ചോദിച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ തന്നെ അങ്ങനെ പിടിക്കാൻ വന്നു. അങ്ങനെ അവിടെ നിന്ന് അമ്മാമ്മ ഇവിടുത്തെ വീട്ടിലുള്ളവരൊക്കെ ഇവനെ അടിച്ച് ഒരുപാട് അടിയൊക്കെ അടിച്ചു. അപ്പോൾ എനിക്ക് വിഷമമൊക്കെ വന്നു. പക്ഷെ അത് ആ പ്രായത്തിൽ അവരൊക്കെ നല്ല കഴിച്ച് കൊഴുത്തിരിക്കുന്ന പിള്ളേരാണ്. ഞാൻ ഭയങ്കര തടിയും നല്ല ഉണ്ടപ്പക്കുറ പോലെ ഇരിക്കുന്ന കുട്ടിയാണ് കേട്ടോ. നല്ല കളറൊക്കെ ഉള്ള കൊച്ചാണ്. ഞാനിങ്ങനെ നല്ല കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള കൊച്ചാണ് ആ സമയത്ത്. അപ്പോൾ എന്നെ ഇങ്ങനെ കയറി പിടിച്ചത് അത് എനിക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യം. കാരണം എന്ന് വെച്ചാൽ
എനിക്കറിയത്തില്ല എന്താണെന്ന്. എന്നെ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിച്ച് ഞാൻ അവനെ തള്ളി മാറ്റിയിട്ട് ഇറങ്ങോടി. ഇപ്പോൾ അവനത് ഇത് കണ്ട് കേൾക്കുമ്പോൾ അവന് മനസ്സിലാവും, അവന് ഓർമ്മ വരും. എന്തായാലും അവനുണ്ടെങ്കിൽ, ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ഞാൻ പറഞ്ഞ എന്തെന്ന് അവന് മനസ്സിലാവുമായിരിക്കും, ഓർക്കുമായിരിക്കും. സപ്പോസ് പിന്നെ ഇവർക്കൊന്നും എന്നെ കണ്ടിട്ടില്ലല്ലോ, വർഷങ്ങളായില്ലോ. അങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് അമ്മാമ്മ അവിടെ വഴക്കൊക്കെ പറഞ്ഞിട്ട് അന്നേരം തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ വന്നവിടെ. വെള്ളപ്പൊക്കം വന്നപ്പോൾ നമുക്ക് പുറത്തോട്ടൊന്നും പോകാനും എടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ചെറിയ തോണി വെച്ചിട്ട് ചുറ്റും, ഈ വീടിൻ്റെ ചുറ്റും കായലാണ്. ആ കായലിൻ്റെ ചുറ്റും ഫുള്ള് വീടിൻ്റെ ഉള്ളു വരയ്ക്കും. പക്ഷെ എന്നാൽ ആ വീട്ടിനകത്ത് വെള്ളം കയറത്തില്ല. അവിടെ വരെ അങ്ങനെ വന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു വീട്. നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗി. ആ വെള്ളമൊക്കെ കയറുമ്പോൾ എന്താ കലങ്ങി അടിച്ച വെള്ളം. നമ്മൾ പക്ഷേ ചെറിയ തോണി അവരുടെ വീട്ടിലുണ്ട്. ഈ തോണി വെച്ചിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അതിൻ്റെ അപ്പുറത്തെ വശത്തൂടെ വലിയ പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ ഇങ്ങനെ പാലമൊക്കെ കവിഞ്ഞാൽ വെള്ളം പോകണം. ഇങ്ങനെ കയറി നമ്മളിങ്ങനെ തോണിയൊക്കെ തുഴഞ്ഞു വേണം പോകാൻ. എന്നൊക്കെ പിന്നെ ഇടയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ആ ആറ്റിലിറങ്ങി കുളിക്കാനൊക്കെ പോകണം. അതൊക്കെ ഒരു ഭയങ്കര അനുഭവങ്ങളാണ്. ഭയങ്കര ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് നടന്ന ഒരു സംഭവമാണ്. അന്ന് തന്നെ അവനാണ് എന്നെ ആദ്യമായി കയറി പിടിക്കുന്ന ഒരു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഞാൻ പറയാം. കുറേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, അടുത്ത കഥയിൽ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ തോണിയൊക്കെ ആയി. അങ്ങനെ അമ്മാമ്മ വഴക്കുണ്ടാക്കി. അവിടെ ഞാൻ അമ്മാമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ അമ്മാമ്മ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അന്നേരം തന്നെ എന്നെയും പിന്നെ കൊച്ചിനെയും പുള്ളിക്കാരൻ അവിടുത്തെ അച്ചായനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ, അപ്പോൾ അതിന് അച്ചായന് ജീപ്പുണ്ട്. അതെ ജീപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് നേരെ മാന്നാറിലേക്ക് വീട്ടിലേക്ക് പോകാൻ. അപ്പം വെള്ളപ്പൊക്കമൊക്കെയാണ്. അതൊക്കെ പോന്നിട്ട് ഞങ്ങളുമായിട്ട് എന്നെയും കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഒരു മോളായിരുന്നു. ആ അമ്മാമയ്ക്കൊരു മകളെ ഉള്ളൂ. അങ്ങനെ ഞങ്ങളവിടുന്ന് എന്നെയും കൊണ്ട് അങ്ങ് പോയി. അന്ന് പിന്നെ കാര്യമുണ്ട്, ഞാനേതാണ്ട് 7-8 വയസ്സ് വരെ കിടന്ന് മുള്ളുമായിരുന്നു. പായിൽ ഉറക്കത്തിൽ മുള്ളുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മാമ്മയുടെ കൂടെ അവിടെ തന്നെ കിടക്കുന്നത് ബെഡിലൊക്കെ ഞാൻ ഒരു പ്രാവശ്യം മുള്ളിയൊക്കെ വെച്ച്. സാധാരണ കിടന്ന് എനിക്ക് തന്നെ ഒരു റൂമുണ്ട്. അവിടെ കിടക്കുവാണെങ്കിൽ റൂമെന്ന് പറഞ്ഞാൽ പറയാനുണ്ടല്ലോ. അങ്ങനെ അവർ നമുക്ക് അതിനങ്ങനെ അനുസരിച്ചുള്ള റൂമൊന്നും തരില്ലല്ലോ, ജോലിക്കാരല്ലേ. അപ്പം അവർക്ക് അവരുടേതായ നമ്മളൊരു കൊച്ച് ഒരു 5 വയസ്സുള്ള കൊച്ച് ഒറ്റപ്പെട്ട ഒരു റൂമിനകത്ത് അടച്ച് പായും തലങ്ങണയും കിടത്തി. ഒരു ചെറിയൊരു ഷോറൂമാണ്, ഈ കിച്ചൻ്റെ അടുത്തുള്ളൊരു ഷോറൂമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ കിടക്കുന്നതൊക്കെ. അപ്പോൾ അതിൽ കുഞ്ഞായിരുന്നു. രാത്രിയിലൊക്കെ ആകുമ്പോൾ പേടിച്ചു, വെട്ടി എഴുന്നേറ്റ് ഇരിക്കുകയും വിളിച്ചു കരയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അടുത്തൊരു കഥ.